കണ്ണൂർ മട്ടന്നൂർ PR NSS കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം 8ാം ദിവസത്തിലേക്ക്. വിദ്യാർത്ഥിയെ ഭീകരവാദിയെന്ന് ആക്ഷേപിച്ച പ്രിൻസിപ്പലിനെതിരെ സാക്ഷി പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേരെ പ്രിൻസിപ്പലിന്റെയും മാനേജ്മെന്റിന്റെയും പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ചാണ് സത്യാഗ്രഹ സമരം. 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. നടപടി മാനേജ്മെന്റ് തീരുമാനപ്രകാരമെന്നാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI നേതൃത്വത്തിൽ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന ലക്ഷദ്വീപ് വിദ്യാർത്ഥി അബു സാലിഹ് പ്രിൻസിപ്പൽ തന്നെ തീവ്രവാദിയെന്ന് ആക്ഷേപിച്ചതായി പരാതി നൽകിയതാണ് സംഭവങ്ങൾക്ക് തുടക്കമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വിദ്യാർത്ഥിയുടെ പരാതിയിൽ മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്ത് പ്രിൻസിപ്പലിനോട് ജനുവരി 21-ന് കോടതിയിൽ ഹാജരാകാൻ ഉത്തരവിട്ടു. ഈ ലക്ഷദ്വീപിനകത്തുള്ള ഒരു വിദ്യാർത്ഥിയുണ്ട്, അബു സാലി എന്ന് പറയുന്ന വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയെ പ്രിൻസിപ്പാൾ ഭീകരവാദി എന്ന് പറഞ്ഞ് അവമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ വിദ്യാർത്ഥി കോടതിക്കകത്ത് പരാതി കൊടുത്തു. നേരിട്ട് പരാതി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ആ പരാതി കൊടുത്തതിൻ്റെ ഭാഗത്ത് സാക്ഷി പറഞ്ഞ കുട്ടികളെല്ലാം എനിക്ക് കാണണം, എന്നാൽ മാത്രമേ ഹോൾ ടിക്കറ്റ് എക്സാമിൻ്റെ ആ ദിവസം ഹോൾ ടിക്കറ്റ് ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ പ്രിൻസിപ്പാളിൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് എന്ത് വന്നാലും ഒപ്പിട്ട് തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും, ഞങ്ങൾ കോടതിയുമായി ബന്ധപ്പെടുമെന്ന് പറഞ്ഞ ഭാഗമായിട്ട് പ്രിൻസിപ്പാൾ ഒപ്പിട്ട് തരുന്ന സ്ഥിതിയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ജനുവരി 4-ന് പ്രിൻസിപ്പാൾ ലീവ് കഴിഞ്ഞ് എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് 3 ആളുകൾക്ക് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് ലെറ്റർ എന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഉടൻ കോളേജ് അടച്ചിടുകയായിരുന്നു പ്രിൻസിപ്പലും മാനേജ്മെന്റും. മാനേജ്മെന്റിന്റെ ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് പ്രിൻസിപ്പലും പറയുന്നു. മാനേജർ പറഞ്ഞതനുസരിച്ച് ഇവരുടെ പുറത്ത് ആക്ഷൻ എടുക്കാൻ പോകുന്ന കാര്യം ഞാൻ കൗൺസിലിനെ ധരിപ്പിക്കുകയും മാനേജർ പറയുന്ന അഭിപ്രായവും എൻ്റെ വീറ്റോ പവറും കൊണ്ട് ഞാൻ ആക്ഷൻ എടുക്കാനാണ് തീരുമാനിച്ചത്. ക്യാമ്പസ് ജനാധിപത്യം സംരക്ഷിക്കുക, പിരിച്ചുവിട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ നിരാഹാര സത്യാഗ്രഹം തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.